ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഓണം ആശംസകൾ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഏകദേശം ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്നാലും സാരമില്ല. അപ്പോൾ എല്ലാവർക്കും ബിലേറ്റഡ് ഓണം വിഷസ്. അപ്പോൾ ഞാൻ ഇത്തവണ എൻ്റെ ഓണം ആഘോഷിച്ചത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു, അതായത് എൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് പൂക്കളൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ സദ്യയുടെ കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ആദ്യം തന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് സാമ്പാർ ഉണ്ടാക്കി. അപ്പോൾ സാമ്പാർ വല്ലാണ്ട് വെള്ളം പോലെ വേണ്ട, കുറച്ച് കട്ടിയിൽ വേണമെന്നായിരുന്നു ആൾക്ക് ആഗ്രഹം. കുറേ പരിപ്പും ഒന്നും ഇടണ്ട, അതുപോലെ തന്നെ സാമ്പാർ പൊടിയും കുറേ കോരി ഇടണ്ട എന്നൊക്കെയുള്ളൊരു നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കായ, അതായത് പച്ചക്കായ കൂട്ടിയിട്ടിട്ടാണ് സാമ്പാർ ഇത്തിരി കട്ടിയിലാക്കിയത് കേട്ടോ. പിന്നെ അവിയലുണ്ടാക്കി. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഐറ്റം കാളൻ, കായ കൊണ്ടുള്ളൊരു കാളൻ. ഇത് ഓണത്തിലില്ലാത്തൊരു വിഭവം കേട്ടോ. ഇത് ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് ഞങ്ങൾ രാത്രിയിലേക്ക് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെച്ചായിരുന്നു. തലേദിവസം ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചു എന്നുള്ളൂ. അത് കഴിഞ്ഞ് അടുത്തത് പിന്നെ പായസമാണ് ഉണ്ടാക്കിയത്. പാലടയായിരുന്നു. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ അത്ര കട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും അടയും കൂടിയും വേവിച്ചിട്ട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ആയി, നന്നായി ഒന്ന് കുറുകി വന്നു. മധുരമൊക്കെ കറക്റ്റായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പാലടയൊക്കെ കഴിച്ചു. ഓണം കഴിഞ്ഞ് ഏകദേശം ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കൊക്കെ പായസം തീർന്നു. ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ കുക്കറിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് തീരുമോ എന്നൊക്കെയുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതൊക്കെ തീർന്നു. അങ്ങനെ സദ്യയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഓണം ഞായറാഴ്ചയായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു ഓണത്തിൻ്റെ ഒരു രാവിലത്തെ ഒരു സമയം. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കുർബാനയൊക്കെ കഴിഞ്ഞപ്പോൾ ആൽജിസിൻ്റെ ഡാഡിയുടെ കല്ലറയിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ചു. പിന്നെ അന്ന് വേദശക്കുള്ള ദിവസമല്ലേ കുട്ടികൾക്ക്, അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ. അപ്പോൾ അച്ഛൻ്റെ വക എല്ലാവർക്കും ഓണാശംസകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഓണസദ്യ കഴിക്കാൻ പോകാൻ കേട്ടോ. അപ്പം ചോറ്, കാളൻ, സാമ്പാർ, പപ്പടം, അവിയൽ, വെണ്ടയ്ക്കുപ്പേരി, ബീട്രൂട്ട് ഉപ്പേരി, ക്യാബേജ് ഉപ്പേരി, പിന്നെ കോവയ്ക്കുപ്പേരിയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഏകദേശം ഒരു 3 ആഴ്ച ഉപ്പാട് തന്നെ ഉണ്ടാക്കിയിരുന്ന ഒരു അച്ചാറായിരുന്നു. അതായത് ഡേറ്റ്സും ലെമണും കൂടി വെച്ചിട്ടുള്ള ഒരു അച്ചാറായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുമ്മാട്ടി കാണാൻ പോയി. അപ്പോൾ ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നത് നെല്ലങ്കര ഭാഗത്തുള്ള കുമ്മാട്ടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരുന്നു കിഴക്കുംപാട്ടര കുമ്മാട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നെല്ലങ്കര ഭാഗത്തുള്ള കുമ്മാട്ടി കണ്ടു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ കിഴക്കുംപാട്ടര കുമ്മാട്ടി കാണാൻ പോയിട്ട്. പക്ഷെ എനിക്ക് നെല്ലങ്കരയേക്കാളും കുറച്ചും കൂടി ഇഷ്ടമായത് കിഴക്കുംപാട്ടര നടന്ന കുമ്മാട്ടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ കിഴക്കുംപാട്ടര ഉണ്ടായിരുന്ന കുമ്മാട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. മാവേലി ഒരു കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ കയറി പോണ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഥകളിയുടെ പോലത്തെ രൂപങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നല്ലൊരു ഡാൻസ് പോലെ, അതായത് അവരിങ്ങനെ ബാൻഡ് സെറ്റ്, നാസിക് ഡോള്, അങ്ങനെ കുറേ ഇതുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിരിക്കാൻ, പിന്നെ അതിനൊപ്പം കുറേ പേര് ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണാനും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഈ ദേവികളുടെ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുമ്മാട്ടികളുടെ മുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കാണുമ്പോൾ പേടിയാവട്ടാം. ഉണ്ടക്കണ്ണ്, വലിയ പല്ല്, നാക്കൊക്കെ പുറത്തേക്ക് ഇട്ട് അങ്ങനത്തെ കുറേ രൂപങ്ങളാണ് കേട്ടോ. ജോണിന് ഇതൊക്കെ കണ്ടിട്ട് വലിയൊരു അതിശയത്തോടു കൂടി എല്ലാം ഇങ്ങനെ നോക്കി കണ്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മനസ്സിലായി വരണുള്ളൂ എന്താ സംഭവം, എന്താണ് ഏതാണ് എന്നൊക്കെയുള്ളത്. അപ്പോൾ ആളിങ്ങനെ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ നടക്കുകയായിരുന്നു. പിന്നെ ഞാനും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സ്വതവേ ഓണത്തിൻ്റെ സമയത്തൊക്കെ ആകുമ്പോൾ ഒന്നല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലായിരിക്കാം, ഒന്നല്ലെങ്കിൽ ഇവിടെ ആയിരിക്കാം. എന്നാലും ഞങ്ങൾ കുമ്മാട്ടിക്കൊന്നും അധികം പോലൊന്നുമില്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഇത്തവണ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനും കൂടി കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ സദ്യയുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ കുമ്മാട്ടിയുടെയും കൂടി വീഡിയോ എടുക്കാനായിട്ട് ചെന്ന് കേട്ടോ. അപ്പോഴാണ് നല്ല അടിപൊളി കുമ്മാട്ടികളൊക്കെ കണ്ടത്. അപ്പം നല്ല ഡാൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുമ്മാട്ടികളുടെ മേത്തൊരു തരം പുല്ല് വെച്ചിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പുല്ലിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിഴക്കുംപാട്ടര സൈഡിലുള്ള കുമ്മാട്ടിയാണ് കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് കിഴക്കുംപാട്ടര സൈഡിലത്തെ കുമ്മാട്ടിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആളുകളൊക്കെ നല്ല എനർജി ആയിരുന്നു. അപ്പോൾ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും എല്ലാവരും നല്ല ഡാൻസും മേളവും എല്ലാം ഉണ്ടായിരുന്നു. നാസിക് ഡോള്, ചെണ്ടമേളം, നാദസ്വരം എല്ലാ ടൈപ്പും ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഓരോ സൈഡും കയറി പോകുമ്പോൾ നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു ഇതന്നെ, നല്ലൊരു എനർജിയും കൂടിയാണ് അതൊക്കെ. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ നെല്ലങ്കര ഭാഗത്ത് നടന്നിട്ടുള്ള കുമ്മാട്ടിയാണ് കേട്ടോ. അപ്പം ഇത് ശരിക്കും നടക്കുന്നത് നെല്ലങ്കര ആലിൻ്റെ
ആ ഭാഗത്താണ്. അതിൻ്റെ അടിയിലായിട്ടാണ് കേട്ടോ ഈ കുമ്മാട്ടികളൊക്കെ നിൽക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ നെല്ലങ്കര ആല കേട്ടോ. അപ്പോൾ ഈ നിരന്ന് നിൽക്കുന്നതൊക്കെ കുമ്മാട്ടികളാണ്. അപ്പോൾ ഓരോ രൂപങ്ങളാണ്, കഥകളിയുടെ രൂപങ്ങൾ, അങ്ങനെ ഓരോരോ രൂപങ്ങളാണ് ഇട്ടത്. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ചേട്ടൻ മുഖത്തേക്കൊക്കെ നോക്കുമ്പോൾ വല്ലാത്തൊരു മുഖമാണ് കേട്ടോ. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല ഡാൻസും പാട്ടും പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു പടക്കൊക്കെ പൊട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ നമ്മുടെ മുഖത്തേക്കൊക്കെ വരും കേട്ടോ. അതായത് ഈ പേപ്പർ പോലത്തെ സംഭവമല്ല, അങ്ങനത്തെയാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു അടിപൊളി ഓണമായിരുന്നു. അടിച്ച് പൊളിച്ചെന്ന് പറയാം ഓണമൊക്കെ. ഇനി അടുത്തത് വരാൻ പോണത് ക്രിസ്മസ്, പിന്നെ ഈസ്റ്റർ, അങ്ങനത്തെ ഒക്കെ പരിപാടികളാണ്. പക്ഷെ അതിനൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഗാനമേള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ല, പെരുന്നാൾ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളിലൊക്കെ. അപ്പം ഓണം എന്തായാലും ഒരു വെറൈറ്റി ഇതായിരുന്നു. അങ്ങനെ നല്ലൊരു അടിപൊളി ഓണമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഓണം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളാം. അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. ടാറ്റാ ബൈ. അയ്യോ പോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ഷാർജ ഷേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഏകദേശം 100K എത്തി. അപ്പോൾ എന്തായാലും അതിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും, അതിൻ്റെ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കും, കമൻറ്റ് ചെയ്തവർക്കും, ലൈക്ക് ചെയ്തവർക്കും എല്ലാവർക്കും, പിന്നെ ഷെയർ ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എന്തായാലും ഒന്നും കൂടിയും എല്ലാവർക്കും ഓണാശംസകൾ പറയാണ്. അപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ച് പൊളിക്കുക, ട്രിപ്പൊക്കെ പോവുക. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ടാറ്റാ ബൈ.